നമ്മുടെ ചുറ്റുമുള്ളവരുടെ കണ്ണീരൊപ്പാൻ സാധിക്കുക, മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങാവാൻ സാധിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ള, അതിന് ഒരുപാട് പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചിട്ടുള്ള, എന്നാൽ ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പീറ്റർ പാവറട്ടി. നമസ്കാരം. നമസ്കാരം. നമ്മള് പാവറട്ടിക്കാർക്ക് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് പരിചയം ഉണ്ടാവുക മാതാ മൊസൈക്ക് എന്ന് പറയുമ്പോഴായിരിക്കും അല്ലെ. പാവറട്ടി പള്ളിയിലടക്കം ഒരുപാട് വർക്ക് ചെയ്തതിന്റെ ബേസിൽ നമ്മൾ തിരിച്ചറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ് നിങ്ങളുടേത്. അപ്പൊ ഫാമിലിയെ പറ്റി പറഞ്ഞു തന്നെ തുടങ്ങാലോ. മാതാ മൊസൈക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഞങ്ങളുടെ ഫാമിലി വളരെ മുമ്പ് തന്നെ മൊസൈക്കിലാണ്. അപ്പനുള്ള കാലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മൊസൈക്ക് നല്ല രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും പലരും റീപോളിഷ് ചെയ്യാനും ആ മൊസൈക്ക് മാറ്റണ്ട എന്നുള്ള രീതിയിൽ ഇപ്പോൾ പാവർട്ടി പള്ളിയിലെ ഫ്ലോർ ഇപ്പോൾ മാറ്റത്തിൻ്റെ പാതയിലാണ്. പുതിയ ഫ്ലോർ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇതുവരെയും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറാണെന്ന് പല വർഷങ്ങളായിട്ട് അത് തുടരുന്ന ഒരു ഫ്ലോറായിട്ടാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പല വീടുകളും ഇപ്പോഴും റീപോളിഷിന് ഫ്ലോർ പൊളിക്കാനുള്ള മാനസികമായ ബുദ്ധിമുട്ട് കാരണം അത്രയ്ക്കും മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള മൊസൈക്കുകൾ നാടിൻ്റെ പാവർട്ടിയുടേതല്ല, തൃശ്ശൂർ ജില്ലയുടെ ഒരുവിധ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഇഷ്ടംപോലെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രശസ്തമായൊരു ഫാമിലിയാണ്. ഇപ്പോൾ മൊസൈക്കും ഒക്കെ പോയി, മാർബിളും പോയി, ഗ്രാനൈറ്റും പോയി, ഇപ്പോൾ ടൈലാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ആ രീതിയിലും ടൈലിൻ്റെ മേഖലയിലും ഇപ്പോൾ ജസ്റ്റ് ടൈലിൻ്റെ വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ആ രീതിയിൽ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഇപ്പം എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ, വൈഫ് അനു ടീച്ചറാണ്. അവിടെ ഒരു അടുത്തുള്ളൊരു സ്കൂളിൽ ടീച്ചറായിട്ട് പോകുന്നു. പിന്നെ 2 മക്കൾ. മൂത്ത ആൾ 8ാം ക്ലാസ്സിൽ CKSയിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ സെൻറ്റ് ജോസഫിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ അമ്മ എന്നോടൊപ്പമാണ്. ഞാൻ തറവാട്ടിലാണ്. പാവർട്ടി മാതാ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളൊരു ഭവനമാണ്. ഒരു തുറന്ന വീട് എന്ന് തന്നെ പറയാം. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടുന്നതും, ആർക്കും മതിലില്ലാത്ത ഒരു വീട് എന്നൊക്കെ പറയില്ലേ, എല്ലാ കാര്യങ്ങൾക്കും എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു വീടാണ് നമ്മുടെ വീട്. അത് നമ്മളെക്കുറിച്ച് അറിയുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ വീട് ഒരു തുറസുള്ള വീടാണെന്ന് എപ്പോഴും പറയാറുണ്ട് എല്ലാവരും. അങ്ങനെ ആ തുറന്ന വീട് പോലെ തന്നെ തുറന്ന മനസ്സുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സും, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് നിനവ് എന്നൊരു സംഘടനയിലൂടെ സാധിച്ചിട്ടുണ്ട് അല്ലേ? അതെ. നിനവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പാവർട്ടിയിലെ പാലിയേറ്റീവ് കെയർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീടിൻ്റെ, അവർക്ക് വളരെ ദാരിദ്ര്യത്തിലുള്ള ഒരു വീടൊന്ന് പുതുക്കി, ചെറിയ രീതിയിൽ പുതുക്കി പണിയുന്നതിനുള്ള രീതിയിൽ നമ്മളെ സമീപിച്ചിരുന്നു. അപ്പോൾ അന്ന് അത് ചെയ്തതിൻ്റെ പേരിൽ അവർ നമുക്കൊരു പുരസ്കാരം പോലെ ഒരു സാഹചര്യമൊക്കെ ചെയ്തു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ ടാർപ്പായകളുടെ കീഴിലൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട്. നമ്മളൊരു തൊഴിലാളിയാണ്, കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കും അധികം പൈസ ചിലവാക്കിയിട്ടൊന്നും ഒരു വീട് ചെയ്തു കൊടുക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ ടാർപ്പായ കീഴിൽ താമസിക്കുന്നവർ ചിലപ്പോൾ വീട് പണിയാനായിട്ട് പൊളിച്ചിട്ടിരിക്കാം. പക്ഷേ പിന്നെ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ജീവിച്ചു പോവുക, പല ബുദ്ധിമുട്ടുകൾ കാരണം അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് വീടുകൾ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇത്തരം തൊഴിലെടുക്കുന്ന മേഖലയിലുള്ളത് വെൽഡർമാർ, അതേമാതിരി കാർപ്പൻ്റർമാർ, അങ്ങനെ എല്ലാ മേഖലയിലും പെയിൻറ്റർമാർ, അങ്ങനെയുള്ള ആളുകൾ ഒത്തുചേർന്ന് നമ്മുടേതായൊരു രീതിയിൽ, അതായത് പൈസ ശമ്പളമായിട്ടൊന്നും കൈപ്പറ്റാതെ ഒഴിവു സമയങ്ങളിലും അതേമാതിരി മുടക്ക് ദിവസങ്ങൾ അല്ലെങ്കിൽ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ മുടക്കെടുത്ത് തന്നെ പോയി ചില വർക്കുകൾ വീടുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വലിയ സംഭവമായിട്ടൊന്നുമല്ല. ഷീറ്റൊക്കെ ഇട്ട് ചെറിയ രീതിയിൽ കെട്ടി സൈഡ് മറിച്ച്, ഷീറ്റ് കൊണ്ട് തന്നെ സൈഡ് മറിച്ച് വെൽഡിങ്ങും അതേമാതിരി കൽപ്പണി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ട്. അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് കാലങ്ങളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അങ്ങനെ ഒരുപാട് ഈ ചേലക്കര മേഖലയിൽ, കുന്നംകുളത്തിൻ്റെ അപ്പുറത്ത് ചേലക്കര, പാലക്കാട്, അവിടം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള വീടുകൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളധികം അങ്ങനെ പരസ്യമാക്കിയിട്ട് ചെയ്യാറില്ല. നമ്മുടെ സംഘടന കുറച്ച് പേരുണ്ട്, അവർ പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു 2 ദിവസം 3 ദിവസത്തെ വർക്ക് കൊണ്ട് തന്നെ ഫിനിഷ് ആകാവുന്ന രീതിയിലുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വലിയൊരു സാമ്പത്തികം ഇറക്കി വലിയൊരു ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇപ്പോൾ അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഒരു ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ വേറെ ഒന്നും മോഹിച്ചിട്ടല്ല. നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. നമ്മൾ സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കാനുള്ളൊരു ഇതില്ല. പക്ഷെ നമ്മുടെ ആരോഗ്യം, നമ്മൾ ചെയ്യുന്ന തൊഴിൽ, അത് ഉപയോഗിച്ച് അവരെ
മാറ്റുക. ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ അതിദരിദ്രരല്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇത്തരം പല കാര്യങ്ങളും ചെയ്യാൻ മുന്നോട്ട് നീങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിന് നൽകുന്ന ഒരു സംതൃപ്തി ഉണ്ട്, അതാണ് ഏറ്റവും വലുത്. അത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നിലവ് എന്നുള്ളൊരു സംഘടന നമുക്കുണ്ടെങ്കിലും അല്ലാതെ തന്നെ ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ചെറുപ്പം മുതലേ പള്ളികളിലായിട്ടും ഒക്കെ. അതെ, പള്ളിയിൽ CLCയിലാണ് തുടങ്ങുന്നത്. CLCയിലുണ്ടായിരുന്നു, അതേമാതിരി കുർബാനയ്ക്ക് കൂടുന്നുണ്ടായിരുന്നു, വാട്ടർ ബോയ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് CLCയിലായി, CLCയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു കുറച്ചു കാലം. അത് കഴിഞ്ഞ് നമ്മൾ പള്ളി സംഘടനകളിൽ KLMൽ ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്. തൊഴിലാളികളുടെ സംഘടനയാണ് KLM. മികച്ച തൊഴിലാളികൾക്കുള്ള പുരസ്കാരം 2 പ്രാവശ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ മേഖലകളിൽ നമ്മൾ സഹായിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുക. അത് നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗം കൂടിയാണല്ലോ. ഒരു ഹാപ്പിനെസ് എന്ന് പറയില്ലേ, നമ്മുടെ സന്തോഷം, മാനസിക സന്തോഷം, അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട്. പിന്നെ ഈ ജോലിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ്, ആ വഴിത്തിരിവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതായത് ആദ്യമായിട്ട് നമ്മളൊരു ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് പോവുകയാണ് അല്ലേ? അതെ അതെ അതെ. അത് പറയുമ്പോൾ ഞാൻ ഒരു കേരള കോൺഗ്രസ്സുകാരനാണ്. ചെറുപ്പം തൊട്ടേ മാണി സാറിനോടും ജോസ് കെ മാണി സാറിനോടൊക്കെ നല്ല ആഭിമുഖ്യമുള്ള കേരള കോൺഗ്രസ്സുകാരനാണ് ഞാൻ. യൂത്ത് ഫ്രണ്ടിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്നു 3 വർഷം. ഇപ്പോൾ 42 വയസ്സ് ആണ് പ്രായപരിധി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിന്ന് മാറേണ്ടി വന്നു. ഇപ്പോൾ നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിയോജകമണ്ഡലം സെക്രട്ടറിയാണ് നിലവിൽ. അപ്പോൾ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരിക്കലും രാഷ്ട്രീയത്തിലിറങ്ങി അങ്ങനെ ശോഭിക്കണം, രാഷ്ട്രീയത്തിലെ ഈ വടംവലികളിൽ ചെന്ന് പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല. എന്നാലും രാഷ്ട്രീയത്തിൽ പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധർമ്മം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബ്ലോക്കിലേക്ക് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കാൻ തയ്യാറായിട്ട്, അപ്പോൾ മുല്ലശ്ശേരി ബ്ലോക്കിലെ പാവർട്ടി ഡിവിഷൻ, മതിയൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കാൻ ഉള്ളൊരു സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട്. വലിയ സന്തോഷം. നമുക്ക് രാഷ്ട്രീയത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും ഇപ്പോൾ ബ്ലോക്ക് മെമ്പർമാർ ആയി വരുന്നവർ, ഞാൻ സത്യം പറഞ്ഞാൽ ബ്ലോക്ക് മെമ്പർ അത്ര അധികം കണ്ടിട്ടില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ നമ്മളായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഈ റോഡുകൾ കാണുമ്പോൾ പറയും അത് ഫണ്ട് കിട്ടിയിട്ടില്ല. അത് നമ്മൾ ഒരു പുതിയ റോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ മെയിൻ്റനൻസുകൾ ചെയ്ത് അത് നാശമായി പോവാതെ കുറച്ചു കാലം കൂടി നീണ്ടു കിട്ടുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാനൊക്കെ മെമ്പർമാർ വിചാരിച്ചാൽ ഒരു ഫണ്ടിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നമുക്ക് സാധിക്കും. അതേമാതിരി ഓരോ പ്രദേശങ്ങളിലും കുറച്ച് യുവാക്കളെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഓരോ കമ്മിറ്റികൾ ഉണ്ടാക്കി അതിന് വേണ്ട റോഡിൻ്റെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിനുള്ള കാര്യങ്ങൾ ഫണ്ടൊക്കെ വരും. ഫണ്ട് വരുന്നത് മാക്സിമം നമ്മൾ മേടിച്ചെടുക്കും. അതിൽ ഒരു തർക്കമില്ല. അത് പ്രതിജ്ഞാബദ്ധമാണല്ലോ. ഒരു സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതല്ല ഞാൻ പറയുന്നത്, അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ചെയർമാൻ 2-3 കാര്യങ്ങളിൽ, ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ വളരെ ഗൗരവമുള്ള 2-3 കാര്യങ്ങൾ ഈ പഞ്ചായത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ ചെറിയ ഇടങ്ങളിലെ സംബന്ധിച്ച് 2-3 കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട് വളരെ ഗൗരവമായിട്ട് തന്നെ. ഒന്ന്, തെരുവ് നായ ശല്യം വളരെ രൂക്ഷമാണ് പാവർട്ടിയുടെ പല മേഖലകളിലും. അപ്പോൾ അതിലൊക്കെ ക്രിയാത്മകമായിട്ട് ഇടപെടാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം നമ്മളിപ്പോൾ രാവിലെ പണ്ടൊക്കെ പുലർച്ചെ കുർബാനയ്ക്കൊക്കെ പോയിരുന്നവരിപ്പോൾ ഈ തെരുവ് നായകളുടെ ശല്യം കാരണം ഒട്ടും പുലർച്ചെ കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിലാണ് ക്രിസ്ത്യൻ മേഖലകളിൽ. അതുപോലെ ഹിന്ദുസ് ആയാലും പുലർച്ചെ അമ്പലത്തിലേക്കായാലും, അത് മുസ്ലിംസ് അവരുടെ പള്ളിയിൽ നിസ്കാരത്തിന് പോകാനൊക്കെ ആയാലും പുലർച്ചെ ഉള്ള പരിപാടികൾ വളരെ പേടിച്ചും വളരെ ഭയത്തോടും കൂടിയും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം എന്തായാലും കൊണ്ടുവരണം. അത് ഏത് വിധേനയും അതൊക്കെ നമുക്ക് പറ്റും. ഒന്നാമത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ് അതിന് ഏറ്റവും കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തെരുവുനായശല്യം വളരെ അധികം കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പല പ്ലാനുകളുണ്ട് തെരുവുനായശല്യം. പിന്നെ രണ്ടാമത് നമ്മുടെ പാർട്ടിയുടെ നമ്മുടെ വന്യജീവി ആക്രമണമാണ്. നമ്മൾ വിചാരിക്കും നമ്മളവിടെ എവിടെ വന്യജീവി ആക്രമണം എന്ന്. പക്ഷേ നമ്മുടെ മേഖലകളിൽ ഇപ്പോഴും കാട്ടുപന്നികളായാലും ഈ മുള്ളൻ പന്നികൾ, അതുമാതിരിയുള്ള പിന്നെ മലമ്പാമ്പുകൾ, അതൊക്കെ നമ്മുടെ ഏരിയകളിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന
വാർഡുകൾ സംബന്ധിച്ച് 2ാം വാർഡായാലും അപ്പുറത്ത് 1ാം വാർഡ് അവിടെ നിന്ന് ഇഷ്ടം പോലെ മലമ്പാമ്പുകളെ പിടിക്കുന്നുണ്ട്. അതുമാതിരിയുള്ള വസ്തുക്കൾ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ ഒരു സാഹചര്യം വളരെ രൂക്ഷമാണ്. കാട്ടുപന്നികളുടെ ശല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മുള്ളം പന്നികളുടെ ശല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ തടയാനിപ്പോൾ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ വിപുലമായ രീതിയിൽ നടപ്പാക്കാൻ വേണ്ട കാര്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല വ്യക്തതയോട് കൂടിയിട്ടാണ് നമ്മൾ ഇലക്ഷന് നിൽക്കുന്നത് എന്നുള്ളതാണ് ധാരണ, വളരെ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ഇതാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എപ്പോഴും ഇലക്ഷൻ നിൽക്കുമ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യും. വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്തുകൊണ്ട് ജനങ്ങൾ പീറ്റർ പാവർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്തായിരിക്കും? അതായത് പാവർട്ടിയെ സംബന്ധിച്ച്, പാവർട്ടിയിലല്ല പൊതുവെ കേരളത്തിലെ UDF, അതായത് ഇടതുപക്ഷം വലതുപക്ഷത്ത് UDF മുന്നണിയിൽ ഇപ്പോൾ മത്സരിക്കുമ്പോൾ ഒരാളല്ല, ഒരു 3 പേരെങ്കിലും മിനിമം UDFനുണ്ടായിരിക്കും. അത്തരൊരു സാഹചര്യത്തിൽ ജയിക്കുന്ന സീറ്റ് അവിടെ ജയസാധ്യത കുറയുകയും വർഗീയ കക്ഷികൾ ആ ഇടത്തിലേക്ക്, ആ സ്പേസിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അവർ ജയിക്കുന്ന ഇടങ്ങളിൽ അവർ കൃത്യമായി ഒരാളെ നിർത്തി വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അത് അവരുടെ കാര്യമാണ്. പക്ഷേ അത് ചെയ്യാതെ അവർ 2-3 സ്ഥാനാർത്ഥികൾ, അധികാരത്തിലുണ്ടായിരുന്നവർ വീണ്ടും അധികാരമോഹം മൂത്ത് വീണ്ടും മത്സരിക്കുക, അതിനുശേഷം മത്സരിച്ചതിന് എതിർ വിഭാഗത്ത് പോയി നിന്ന് പല സ്ഥാനമാനങ്ങളും നേടിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾ നേരെ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത്തരം ആളുകളെ നമ്മൾ മാറ്റി നിർത്തുക തന്നെ വേണം. അത്തരം ആളുകളെ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ യോഗ്യരല്ല സത്യത്തിൽ. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. കാരണം അല്ലെങ്കിൽ വർഗീയ ശക്തികൾ അധികാരത്തിലേക്ക് വരും. ഇപ്പം തന്നെ മരുതിയൂർ ഡിവിഷനിൽ 2ാം സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം BJP ആണ് വന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ 1ാം സ്ഥാനത്തുള്ള UDF പരസ്പരം പോരടിച്ച് മത്സരിച്ച് കഴിഞ്ഞാൽ അത് വർഗീയ ശക്തികളുടെ വോട്ടേകീകരണത്തിനും ഭരണനഷ്ടത്തിനും കാരണമാകും. അവർക്ക് ഭരണം നമ്മളിൽ നിന്ന് അവർക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പിടിച്ചെടുക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. അത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കാനുള്ള, മനോഹരമായി നമ്മൾ ജീവിച്ചിരുന്നത്, അതിനൊരു മാറ്റം വരിക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാലം അങ്ങനെയാണ് പോകുന്നത്, അതിലേക്ക് പോവാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ലത് ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. അതുപോലെ തന്നെ നമ്മളുടെ നമുക്ക് കണ്ടിട്ടുള്ളതിൽ നിന്നും വെച്ച് എങ്ങനെ ആകരുത് എന്നുള്ള ഒരു മുൻധാരണയോട് കൂടിയിട്ടാണ് നമ്മൾ മത്സര രംഗത്തേക്ക് കിടക്കുന്നത്, അല്ലേ? അതെ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സ്ഥാനത്ത് മത്സരിച്ച് വിജയിച്ചു, അപ്പോഴത്തേനും അടുത്ത ഇലക്ഷൻ വന്നു. അപ്പോൾ അതിൽ കയറി അവിടെ നിന്ന് മത്സരിക്കുക, അതിൽ വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക. അത്തരം രീതിയിലുള്ള ഒരു രാഷ്ട്രീയം, ഒരു പകപോക്കൽ രാഷ്ട്രീയം, ചില സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിന് പകപോക്കുന്ന രാഷ്ട്രീയം, അതൊക്കെയാണ് ഇപ്പോൾ പാവർട്ടിയിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ 2-3 സ്ഥാനാർത്ഥികൾ ഒരേ പാർട്ടിയിലുള്ള ആളുകൾ നിൽക്കുക, എന്നിട്ട് പരസ്പരം പോരടിക്കുക. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് അവിടെ ഒരു സമാധാനപൂർണമായൊരു അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് പകരം ഈ 4-5 സ്ഥാനാർത്ഥികൾ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് വോട്ടുകളെ വിഘടിപ്പിച്ച് മറ്റ് വർഗീയ ശക്തികളുടെ ജയത്തിന് വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷനൊക്കെ വരാനിരിക്കുകയാണല്ലോ. അപ്പോൾ ആര് ജയിക്കും എന്നുള്ളത്, ജനങ്ങൾ ആർക്കൊപ്പം ആയിരിക്കും എന്നുള്ളതാണ് ഇത്രയും നാൾ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എന്താ തോന്നുന്നത്? അത് ഇടതുപക്ഷത്തിന് തന്നെയാണ് അടുത്ത പ്രാവശ്യം സാധ്യത. അതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതിദാരിദ്ര്യം നമ്മൾ തുടച്ചു നീക്കി. സത്യത്തിൽ ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത്. കാരണം വലതുപക്ഷത്തിന് സാധ്യതകളും അല്ലാതെ കുറഞ്ഞിരിക്കുന്നു. കാരണം അവർ ഇപ്പോഴും ജയിച്ചാൽ ആര് മുഖ്യമന്ത്രി ആവും എന്നുള്ള ചർച്ചയിലാണ്. യുവജനങ്ങളാണെങ്കിൽ അത് നമുക്ക് പുറത്തു പോലും ചർച്ച ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടി ഉള്ളവർ പോലും തലയിൽ മുണ്ടിട്ട് നടക്കുന്ന സാഹചര്യത്തിലാണ് UDFലെ കോൺഗ്രസ്സിലെ ആളുകൾ നടക്കുന്നത്. യൂത്ത് ഫ്രണ്ടിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ
ഇടതുപക്ഷ യുവജന സംഘടനകളുടെ എല്ലാവരും ക്രോഡീകരിച്ചുള്ള ഒരു ഇടതുപക്ഷ യുവജന സംഘടനകളുടെ ഒരു LDYF എന്ന് പറഞ്ഞൊരു സംഘടന, അതിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. അപ്പോൾ ആ കാലത്ത് നമുക്കറിയാം ഇടതുപക്ഷ സംഘടനകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളിൽ ചോറ് കൊടുക്കുന്നത് വളരെ പുച്ഛത്തോടും പരിഹാസത്തോടും മറ്റുള്ളവർ കാണുന്ന ഒരു കാര്യമാണത്. പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റും, എത്ര വീടുകളിൽ നിന്നാണ് ചോറ് എത്തിച്ചിട്ട് ഓരോ ദിവസവും അവർ അവിടെ കൊടുക്കുന്നത്. അതൊരിക്കൽ മേടിച്ച് ഭക്ഷിച്ച ആൾക്ക് ഒരിക്കലും ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. പക്ഷേ ഒരു വയറ് നിറയുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. ആ രീതിയിൽ ജീവിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണകളുണ്ടാവും. പിന്നെ ഇടതുപക്ഷത്ത് ഭരണത്തിന് വന്നതിന് ശേഷം നിരവധി സ്ത്രീകൾക്ക്, കുടുംബിനികൾക്ക് പല പല തൊഴിലിടങ്ങളിലും തൊഴിൽ ലഭിച്ചു. ആ ഒരു സാഹചര്യം, നമ്മുടെ സാമ്പത്തിക നില വേറൊരു തലത്തിലേക്ക് മാറി കുടുംബങ്ങളുടെ. മറ്റേത് ഒരു പുരുഷൻ ജോലി ചെയ്യുന്നു, വീട്ടുജോലി എടുത്ത് സ്ത്രീ, അങ്ങനെയുള്ള ഒരു ഇതിന്ന് മാറി ഇപ്പം എല്ലാവരും തുല്യതയിൽ ജീവിക്കുന്നു. നല്ലൊരു രസമായിട്ടുള്ളൊരു ജീവിതം എല്ലാവർക്കും കാഴ്ചവെക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ 30 രൂപയ്ക്ക് ചോറ്. ഞാനിപ്പോൾ പണ്ട് വീട്ടിൽ നിന്ന് ചോറ് ചോറ്റും പാത്രത്തിലാക്കി കൊണ്ടുപോയിരുന്നു പണിക്ക് പോകുമ്പോൾ ചെയ്തിരുന്നത്. ഇപ്പോൾ 30 രൂപയുടെ ചോറ് കിട്ടുന്ന ഇടങ്ങളിൽ പോയി 30 രൂപയ്ക്ക് ചോറ് കഴിക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം 30 രൂപയ്ക്ക്. അതായത് നമ്മൾ രാവിലെ ചായ കുടിക്കുന്നത് 2 കടിയും ചായയും കുടിച്ചു കഴിഞ്ഞാൽ 40 രൂപയാവും. ആ സ്ഥാനത്ത് ഉച്ചക്കാലത്തെ ഭക്ഷണം 30 രൂപയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നു. വയറ് നിറച്ച് സമൃദ്ധിയോടെ കഴിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്ത അത്രയും നല്ല കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ ചെയ്യാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ നമ്മളും അവരോട് പങ്കുചേരുന്നുണ്ട്, നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ അവരെ സഹായിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് സാന്ത്വന സ്പർശം അവാർഡ് കിട്ടിയത്. അതുപോലെ വേറെയും പല പ്രവർത്തനങ്ങളിലും പങ്കുചേർന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ, നമ്മുടെ അവിടെയുള്ള എല്ലാ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അത് കോവിഡ് പോരാളി പുരസ്കാരം KLM സംഘടനയൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. 2 പ്രാവശ്യം കോവിഡ് അതിനിടയിൽ വരികയും ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾക്ക്. പലപ്പോഴും അന്ന് പലരും പറഞ്ഞു, നിനക്ക് എന്തിൻ്റെ കേടാ മോനെ, കുടുംബത്തിൽ ഇരുന്നൂടെ, അല്ലെങ്കിൽ നീ ആ കാർഡും മേടിച്ച് പണിക്ക് പോരെ, RRTയുടെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അന്ന് സഞ്ചരിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, നീ പണിക്ക് പോരെന്നൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മുടെ വാർഡിലെ എല്ലാവരുടെ അടുത്ത് എത്താനും എല്ലാ രീതിയിലും നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു RRTകളായിട്ട്. അവരെല്ലാവരും ഒത്തൊരുമിച്ച് പല കാര്യങ്ങളും ചെയ്യുകയും വാർഡിൽ നിറഞ്ഞ് നിൽക്കാൻ, അത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തായാലും നമുക്ക് നമ്മുടെ ആ ഭാഗങ്ങളിൽ എൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള റോട്ടിലൊക്കെ വെള്ളം നല്ലപോലെ കയറിയിട്ടുണ്ടായിരുന്നു. പല രീതിയിലും പലരെയും സഹായിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ തന്നെയാണ്. അതൊന്നും വലിയൊരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആക്റ്റീവ് ആവേണ്ട സമയത്ത് പ്രത്യേകിച്ച് യുവജനങ്ങളെല്ലാവരും, ഞാനെന്നല്ല എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്കി പലരെയും പറയും മൊബൈലിനെ നോക്കിയിരിക്കുന്ന പണിയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയൊന്നുമല്ല. യുവാക്കളെല്ലാവരും ആക്റ്റീവ് തന്നെയാണ്. ഒരു സമയത്ത് അവർക്ക് അവരുടെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർ ആക്റ്റീവ് ആവും. അത് നമ്മൾ കണ്ടതാണ്, പലപ്പോഴായി കണ്ടതാണ്. എന്തായാലും മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കാനും അവർക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഒരു കൈത്താങ്ങാവാനും സഹായിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ തർക്കമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അങ്ങനെയുള്ള മനസ്സുള്ള ഒരാൾ തന്നെയാണ് നമുക്കൊപ്പം ഉള്ളത്. ഇനി എന്തായാലും പുതിയൊരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന് പറയുന്നൊരു മേഖലയിലേക്ക് മത്സരിക്കാനായിട്ട് വരികയാണ്. അതൊരു പുതിയ അനുഭവമായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവാനും അതുവഴി നമുക്ക് ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.